പി.സി. ജോർജ് വീണ്ടും ജയിലിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ മുസ്ലിം മതത്തിൽപ്പെട്ടവർ ലവ് ജിഹാദ് നടത്തിയെന്നും അതിൽ രക്ഷപ്പെട്ടത് വെറും 41 പേർ മാത്രമാണ് എന്നും പി.സി. ജോർജ് പറഞ്ഞിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ പി.സി. ജോർജിന് ജാമ്യം നൽകിയിട്ട്. മതേതര രാജ്യത്തിൻ്റെ സ്വസ്ഥത തകർക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവനയും പാടില്ലെന്നും ഇത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും പറഞ്ഞുകൊടുത്ത് ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് ഈരാറ്റുപേട്ട കോടതി പി.സി. ജോർജിന് ജാമ്യം നൽകിയത്. ആ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ അതിനേക്കാളും വലിയ മതവിദ്വേഷം പ്രചരിപ്പിച്ചാൽ പിന്നെ അതിനർത്ഥം എന്താണ്? നഗ്നമായ കോടതിയെ ലക്ഷ്യം തന്നെയാണത്. ഇനിയും ജയിലിൽ പോകാനുള്ള എല്ലാ സാധ്യതയും തുറന്നിരിക്കുകയാണ് പി.സി. ജോർജ് തന്നെ. പൊതുവേദിയിൽ വീണ്ടും വിവാദ പ്രസംഗവുമായി വന്ന ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെ കണ്ട് യഥാർത്ഥത്തിൽ കേരളം ഞെട്ടിപ്പോയി. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിപ്പിക്കുന്നുവെന്നാണ് പി.സി. ജോർജിൻ്റെ പ്രസ്താവന. അതുകൊണ്ട് മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ഇത്തരത്തിൽ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുൻപ് തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എത്രയോ വർഷം ജനപ്രതിനിധിയായ ഒരാൾ. ശരിക്കും മതവിദ്വേഷം പ്രകടിപ്പിക്കുകയാണ്, പ്രസംഗിക്കുകയാണ് പി.സി. ജോർജ്. യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നാണ് പി.സി. ജോർജ് പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോഴും അതും മുസ്ലിങ്ങളാണതിൻ്റെ പിന്നിൽ എന്നുള്ള തരത്തിലേക്കാണ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പോകുന്നത്. കേരളം മുഴുവൻ കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈരാറ്റുപേട്ടയിൽ പിടികൂടിയതെന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. അതെവിടെ കത്തിക്കാനാണെന്നും അറിയാം, പക്ഷെ പറയുന്നില്ല. ഈ രാജ്യത്തിൻ്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്നും പി.സി. ജോർജ് പറഞ്ഞു വെക്കുകയാണ്. പാലായിൽ നടന്ന ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു പി.സി. ജോർജ് ഈ പ്രസ്താവനയൊക്കെ നടത്തിയത്. മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് പി.സി. ജോർജിൻ്റെ ഈ വിവാദ പ്രസംഗം എന്നുള്ളതാണ് ഏറെ ചർച്ചയായത്. ഇക്കഴിഞ്ഞ ജനുവരി 6-ാം തീയതി ഒരു ചാനൽ ചർച്ചയിൽ പി.സി. ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. ആ ചർച്ചയ്ക്കിടെ പി.സി. ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തി മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് പി.സി. ജോർജിനെതിരെ ചുമത്തിയത്. ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് അതിനുള്ള പരാതിയെന്ന് നൽകിയത്. അതിനെല്ലാം വ്യവസ്ഥകളോട് ജാമ്യം നൽകിയപ്പോൾ വീണ്ടും മുസ്ലിം വിരുദ്ധത വിളമ്പുകയാണ് പി.സി. ജോർജ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് മുസ്ലിങ്ങളെ കണ്ടുകൂടാ എന്നുള്ളത് ഉറപ്പാണ്, വലിയ കലിപ്പാണ്. ഒരുപക്ഷെ RSS നേതാക്കളെക്കാളും വലിയൊരു വിദ്വേഷമാണ് പി.സി. ജോർജിന് മുസ്ലിം വിഭാഗത്തോടുള്ളത്. പൂഞ്ഞാർ മണ്ഡലത്തിലുള്ള വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ കൈയൊഴിഞ്ഞതോടെ അവിടെ ജയിക്കാനാകാത്തതിൻ്റെ ഒരു ദേഷ്യം തീർക്കുകയാണ് പി.സി. ജോർജ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുകയാണ് പി.സി. ജോർജ്. അതും കോടതി പറഞ്ഞിട്ട് പോലും കേൾക്കാതെ എന്നുള്ളതാണ് ഏറെ അമ്പരപ്പിക്കുന്നത്. ഏതായാലും ഇങ്ങനെ പോയാൽ കോടതിക്ക് ശക്തമായി പ്രതികരിക്കേണ്ടി വരുമെന്നതും ജാമ്യം ഒരുപക്ഷെ റദ്ദ് ചെയ്യേണ്ടി വരുമെന്നതും സത്യമാണ്.